ഇന്ന് നടന്ന WCPO പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് ആര്? വോൾട്ടയർ. ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്? ആയില്യം തിരുനാളിന്റെ കാലത്താണ്. റഷ്യൻ വിപ്ലവം നടന്നത് ഏത് വർഷമാണ്? 1917. ഫോർത്ത് ക്വസ്റ്റ്യൻ, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് സൂററ്റിലാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ? സൂററ്റിലല്ല, മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഡൽഹിയിൽ വിപ്ലവത്തിന്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാൺപൂരിൽ വിപ്ലവത്തിന്റെ നേതാവ് കൺവർ സിംഗ് ആയിരുന്നു. തെറ്റാണ്. കൺവർ സിംഗ് അല്ല, നാനാ സാഹേബാണ് കാൺപൂരിലെ നേതാവ്. കൺവർ സിംഗ് ബീഹാറിലെ നേതാവായിരുന്നു. അവാദിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. കേരളത്തിൽ ഏതു ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആചരിച്ചത്. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? ഉത്തരം വരുന്നത് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ പ്രാവശ്യത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കറണ്ട് അഫയേഴ്സ് സാധാരണ ഈ അടുത്തായിട്ട് കണ്ട പരീക്ഷകളിലൊക്കെ റീസെന്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഈ പരീക്ഷയിൽ കൂടുതലും ചോദിച്ചിരിക്കുന്നത് എന്താണ്? റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അതുപോലെ തന്നെ പഴയ കറണ്ട് അഫയേഴ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടും നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കൂ, 2023 G20 പറ്റിയൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം, ലോകത്തിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 2ആണ് ശരിയായിട്ടുള്ളത്. കാനഡയിലും അമേരിക്കയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. എ ആണ് ശരി ഉത്തരം കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം, ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യം, ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ട്രെയിൻ ടു പാകിസ്ഥാൻ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി 12ാമത്തെ ചോദ്യം, 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അപ്പോൾ ഇത് റീസെന്റ് കറണ്ട് അഫെയർ ആണ് കേട്ടോ. പക്ഷെ 2023 G20 പറ്റിയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 1991 ആരംഭിച്ചു. ബന്ധമുണ്ടേ. ആഗോളവൽക്കരണം ബന്ധപ്പെട്ടതാണ്. നരസിംഹം റിപ്പോർട്ട് അതും ബന്ധപ്പെട്ടതാണ്. കാർവേ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചെറുകിട വ്യവസായങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് ഇത് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം പുത്തൻ സാമ്പത്തിക നയവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 4 മാത്രം. ഓക്കെ, 13 ഡി ആണ് ഉത്തരം. ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ഗോതമ്പിൻ്റെ ശാസ്ത്രനാമമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? 1935 സ്ഥാപിതമായി. ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. ആസ്ഥാനം മുംബൈ ആണ്. ധനനയം നിയന്ത്രിക്കുന്നു. ഉത്തരം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 2ഉം 4ഉം ശരിയെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആസ്ഥാനം മുംബൈ അല്ലേ, അപ്പോൾ 3ഉം ശരിയാണ്. ഇത് ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. ധനനയം നിയന്ത്രിക്കുന്നത് ആരല്ല? RBI അല്ല. RBI നിയന്ത്രിക്കുന്നത് പണനയമാണ്. മോണിറ്ററി പോളിസിയാണ് അവർ നോക്കുന്നത് കേട്ടോ. ധനനയമല്ല, ഫിസിക്കൽ പോളിസി അല്ല. ഓക്കെ, അപ്പോൾ അത് തെറ്റായ
സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ 1, 2, 3 ശരിയായിട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല കേട്ടോ. അപ്പോൾ അത് നോക്കാം, നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നോക്കാം. ഇനി 16ാമത്തെ ചോദ്യം, ഏഷ്യൻ ഗെയിംസ് 2023 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? അതായത് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ 28 സ്വർണം നേടി. ശരിയല്ല, ഇന്ത്യ 28 സ്വർണമാണ് നേടിയിരിക്കുന്നത്. മൊത്തം 107 മെഡലുകൾ നേടി. 28 സ്വർണം, 38 സിൽവർ, 41 ബ്രോൺസ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്ഥാനം 3ാമതാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ് കേട്ടോ. 1 ചൈന, 2 ജപ്പാൻ, 3 കൊറിയ, 4 ഇന്ത്യ, അങ്ങനെയാണ്. ചൈനയിലെ ഹാങ്ഷൂയിൽ നടന്നു, അതും ശരിയാണ്. അടുത്തത് ജപ്പാനിൽ നടക്കും, അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മളോട് ചോദിച്ചത് ശരിയല്ലാത്തതാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി 17ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. അത് ശരിയാണ്. 1980 കാലഘട്ടത്തിൽ ആരംഭിച്ചു. അത് തെറ്റാണ്. 1965 തന്നെ ഒഫീഷ്യലി ആരംഭിച്ചിരുന്നു. ഡോക്ടർ എസ് സ്വാമിനാഥൻ നയിച്ചു. അതും ശരിയാണ്. രാസവളം കീടനാശിനിയുടെ ഉപയോഗം വർദ്ധിച്ചു. അതും ശരിയാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? ഓപ്ഷൻ 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. കാരണം അമൃതകാൽ എന്ന് പറയുന്നത് 2023-24 ബജറ്റിൽ പറഞ്ഞൊരു സംഭവമാണ്. 23-24 ബജറ്റിൽ പറഞ്ഞൊരു ഐഡിയ ആണ്. അതായത് എന്താണ് അമൃതകാൽ എന്ന് പറഞ്ഞാൽ? എന്താണ്, 2047 ആകുമ്പോഴത്തേക്കും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമാകും അല്ലേ? അപ്പം ഇനി അതിലേക്ക്, അതായത് ഈ ബജറ്റ് പറയുന്ന സമയത്ത് 25 വർഷമേ ഇനി അങ്ങോട്ടുള്ളൂ. അപ്പം ആ ഒരു കാലഘട്ടത്തിനെയാണ് എന്ത് അമൃതകാൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ അറ്റ് 100 അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 25 വർഷ കാലഘട്ടം. അപ്പോൾ ഈ 25 വർഷ കാലഘട്ടത്തോണ്ട് നമുക്ക് എന്താക്കണം? 47 ആകുമ്പോഴത്തേനും ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കണം അല്ലേ? വികസിത് ഭാരത് ആക്കണം അല്ലേ? നമ്മളിപ്പോൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്, നമുക്ക് ഡെവലപ്ഡ് കൺട്രി ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലേ? അതിന് മെയിൻ പ്രയോറിറ്റി ഒരു 7 കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്തർഷി എന്ന് പറയാം. അപ്പോൾ അതും എന്താണ്? അമൃതകാലുമായിട്ട് ബന്ധപ്പെട്ട സംഭവം തന്നെയാണ്. ഓക്കെ, ഇതാണ് അമൃതകാലിലെ ആ 7 പ്രിയോറിറ്റീസ് ആണ് സപ്തർഷി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അപ്പോൾ എന്താണ് ബന്ധം ഇല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 23 ബജറ്റിലല്ല, 22-23 ബജറ്റിലല്ല, 23-24 ബജറ്റിലാണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1946 ഡിസംബർ 9. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസാവകാശത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസാവകാശം 86ാം ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2008 ഈ നിയമം നിലവിൽ വന്നത്. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 20ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. 1, 3 ശരി ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത 21ാമത്തെ ചോദ്യം. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോടതിയുടെ അധികാരമായ ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? സി 324 ഓക്കെ, ഓപ്ഷൻ സി. 24ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമായി മാറിയത്. അത് തെറ്റാണ്. 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയത്. ഓക്കെ, അതുവരെ എന്താണ്? സ്വത്തവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. പിന്നീട് അതെന്ത് മാറ്റി? ഈ ഭേദഗതിയിലൂടെ എന്ത് മാറ്റി? മൗലികാവകാശം എന്നുള്ളത് മാറ്റി. ഇപ്പോൾ അതെന്താണ്? ഒരു നിയമാവകാശം മാത്രമാണ്. ഇപ്പോൾ ഭരണഘടനയുടെ 200A എന്ന വകുപ്പിൽ സ്വത്തവകാശം നിലനിൽക്കുന്നു. 200A അല്ല, 300Aയിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതും എന്താണ്? തെറ്റാണ്. 1973 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല.
പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയല്ലാത്തതൊന്നും രണ്ടും എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതായിരിക്കും. കാരണം ഈ ഒരു ഭേദഗതി വരുന്നത് ഏത് കേസിലൂടെയാണ്? നമുക്കറിയാം 1973 കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോടതി എന്ത് വിധിച്ചത്? നമുക്ക് വേണമെങ്കിൽ മൗലികാവകാശങ്ങളും ഭേദഗതി ചെയ്യാം. അതുവരെ എന്താണ്? മൗലികാവകാശങ്ങൾ നമുക്ക് ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാൻ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു കേസിന്റെ വിധിയിലൂടെയാണ് സുപ്രീം കോടതി എന്ത് പറയുന്നത്? മൗലികാവകാശങ്ങളും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം. പക്ഷേ എന്താണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും ഭേദഗതി ചെയ്യാം. അങ്ങനെയാണ് ഇത് ഭേദഗതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് അത് ശരിയായത്. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തായാലും എ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. വോട്ടവകാശം 21 നിന്ന് 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ഏതാണ്? 25ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് കേട്ടോ. 26ാമത്തെ ചോദ്യം, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ആരാണ്? നമ്മുടെ രാജ്യസഭയാണ് അംഗീകാരം നൽകേണ്ടത്. ആർട്ടിക്കിൾ 249 പ്രകാരം രാജ്യസഭയാണ് നൽകേണ്ടത്. രാജ്യസഭയിൽ ഇത് 2/3 മെജോറിറ്റിയിൽ പാസ്സാവുകയും വേണം. ക്ലിയർ ആണല്ലോ. ഇനി 27ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏതാനും പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തുക. വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളും പങ്കെടുക്കുന്നു. തെറ്റാണ്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ ഉണ്ടാവും? എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ, എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ഇത്രയാണ് ഉണ്ടാവുക. അടുത്തത്, ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയാണ് വൈസ് പ്രസിഡന്റിനെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നത്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 3 ആണ് ശരിയായിട്ട് വരുന്നത്. 1 3 ആണ് ശരിയായിട്ട് വരുന്നത്. 27 ഉത്തരം കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എയാണ് കേട്ടോ. എ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി 28ാമത്തെ ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്ന് കണ്ടെത്തണം. ഉത്തരം വരുന്നത് 1 2 ആണ് കേട്ടോ. 1 2 വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 29ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 29ന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 30ാമത്തെ ചോദ്യം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ്? അതും ഓപ്ഷൻ എ ആണ്. 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊള്ളുന്നത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 31ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1994 ഏപ്രിൽ 23. മലം പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഹീമോസോയിലാണ് കേട്ടോ. ഹീമോസോയിലാണ്. അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യം. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? എലൈസ ടെസ്റ്റ് ആണ് അല്ലേ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? 34ന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. HPV വാക്സിൻ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ABCD ഇവയെല്ലാമാണ് വരുന്നത് കേട്ടോ. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ പെട്ടതാണ് ഈ തന്നിരിക്കുന്നവയെല്ലാം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. 39ാമത്തെ ചോദ്യം നോക്കുക. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ്
നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്? സ്പേസ് എക്സ് ഏജൻസിയാണ് കേട്ടോ. അതായത് സ്പേസ് എക്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, സ്പേസ് കമ്പനിയാണ്. ഇലോൺ മസ്ക് സ്ഥാപിച്ച കമ്പനിയാണ്. അവരുടെ സ്പേസ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ബഹിരാകാശ പേടകമാണ് ഇത് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? 7 മുകളിലാണ്. ആറ്റോമിക് സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും? 43ാമത്തെ ചോദ്യം ടി ബ്ലോക്കിൽ പെടും. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? 5 മോൾ. ഇലക്ട്രിക് അയൺ ബോക്സിൽ ഫിറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോമാണ് കേട്ടോ, നിക്രോം. 46ാമത്തെ ചോദ്യം രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 ശരിയാണ്. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ശരിയല്ലേ? ഇന്ത്യയല്ലേ ജയിച്ചത്? 4 വിക്കറ്റിനല്ലേ ജയിച്ചത്? ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം, അതും ശരിയാണ്. 3ാമത്തെ തവണയാണ് ഇന്ത്യക്ക് കിരീടം ലഭിക്കുന്നത്. രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തു. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 3 മാത്രമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. രോഹിത് ശർമ്മയെ ടൂർണമെന്റ് താരമല്ല, ഫൈനലിലെ പ്ലെയർ ഓഫ് മാച്ച് ആയിട്ട്, ഫൈനൽ ഗെയിമിലെ പ്ലെയർ ഓഫ് മാച്ച് ആയിട്ടാണ് തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മേനെ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാണ്? രജിൻ രവീന്ദ്രയാണ്. ന്യൂസിലാൻഡ് പ്ലെയറായ രജിൻ രവീന്ദ്രയാണ് കേട്ടോ. ഇനി അടുത്ത് 49 കഴിഞ്ഞു. 50ാമത്തെ ചോദ്യം നോക്കൂ. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻ മക്ലീനും നിക്കോൾ അയേഴ്സിനും ഒപ്പമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്തു നിന്ന് ഫ്ലോറിഡയുടെ തീരക്കടലിൽ ഇറങ്ങിയത്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും വന്നത് ഇവരുടെ കൂടെയല്ല, 4 പേരുണ്ടായിരുന്നു. ബാക്കി 2 പേരെന്ന് പറയുന്നത് നാസയുടെ തന്നെ നിക് ഹേഗും റഷ്യൻ ആസ്ട്രോനോട്ടായ അലക്സാണ്ടർ ഗോർബുനോവുമാണ് കേട്ടോ. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് എന്ന് പറയുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി അല്ല. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ശരിയായ പ്രസ്താവന ഏതാണ്? 3 മാത്രമാണ്. 3 മാത്രം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 50ാമത്തേൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി. ഇനി 51ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. 51 ബി. 52 ഡി. 52 ഡി. 53 എ ആണ് കേട്ടോ. 53 ഓപ്ഷൻ എ ആണ്. 54ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 55ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. 55 ഓപ്ഷൻ സി ആണ്. 56ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ 57 ഓപ്ഷൻ സി. 58 ഓപ്ഷൻ ബി. 59 ഓപ്ഷൻ എ. 60 ഓപ്ഷൻ ബി. 61 ഓപ്ഷൻ എ. 62 ഓപ്ഷൻ ബി. 63 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 64 ഓപ്ഷൻ ഡി. 65 ഓപ്ഷൻ എ. 66 ഓപ്ഷൻ ബി. 66 ഓപ്ഷൻ ബി ആണ്. 67 ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 67 ഓപ്ഷൻ സി ആണ്. 68 ഓപ്ഷൻ സി ആണ്. 69 ഓപ്ഷൻ എ ആണ്. 70 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 70 ഓപ്ഷൻ സി ആണ് ഉത്തരം. 71 ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് 71. ഇനി 72 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 72 ഓപ്ഷൻ ഡി. 73 ഓപ്ഷൻ ബി. 74 ഓപ്ഷൻ എ. 75 ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി. 75 ഓപ്ഷൻ ബി ആണ്. ഇനി 76
76 ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡി. 77 ഓപ്ഷൻ എ, 77 ഓപ്ഷൻ എ. 78 ഓപ്ഷൻ സി ആണ് കേട്ടോ, 78 ഓപ്ഷൻ സി ആണ്, 78 ഓപ്ഷൻ സി ആണ്. ഇനി 79 നോക്കൂ, 79ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഡി. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? മുകളിൽ പറഞ്ഞവയൊന്നും ശരിയല്ല. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. ഇനി 81ാമത്തെ ചോദ്യം നോക്കൂ. പ്രേഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? 81ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി 82ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നിഷ്ഫലയത്നം എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? കാകദന്ത ഗവേഷണമാണ് കേട്ടോ, കാകദന്ത ഗവേഷണം. ഇനി 83ാമത്തെ ചോദ്യം. നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം എന്താണ്? ഓപ്ഷൻ ഡി ആണ് നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിൻ്റെ സമാന അർത്ഥമുള്ള പദം കണ്ടെത്തുക. തുല്യത, തുല്യത. ഓപ്ഷൻ ബി തുല്യത. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം വ്യാഴവട്ടം. താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം ഏതാണ്? ഓപ്ഷൻ സി ചൊന്നവർ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. 87ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ, അഷ്ടമുടി. ഇനി 88ാമത്തെ ചോദ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. ഈ വരികളുടെ സമാന ആശയം വരുന്ന പഴഞ്ചൊൽ ഏത് ആണ്? പാലോട് ചേർന്ന വെള്ളവും പാലാകും. ഇനി പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷാ പദം കണ്ടെത്തുക. പ്രാകൃതമായ. താഴെ കൊടുത്തവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം ഏതാണ്? 90ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ, 90 ഓപ്ഷൻ സി ആണ്. കാനനം, ഗഹനം, വിപിനം. ചേഞ്ച് ദ ഫോളോയിങ് ഇൻറ്റു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ്. 92ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. പിക്ക് ദ കറക്റ്റ് കമ്പാരിറ്റീവ് ഡിഗ്രി സെൻറ്റൻസ്. 93ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ആഡ് suitable question tag to the following sentence. Let us go for a walk. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. Shall we? Complete the sentence by adding a suitable word given below. If she had studied harder, she dash passed the exam. C. Would have. Select the sentence with the correct collective noun. 96ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. എ pride of lions roamed the forest. 97th question. Choose the correct one-word substitute. A person who does not believe in the existence of God is called എന്താണ്? atheist. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 98ൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ആൻറ്റോണിം ഓഫ് അബണ്ടൻ എന്താണ്? സ്കാൻറ്റി ആണ്, സ്കാൻറ്റി. ഇനി 99ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി 100ാമത്തെ ചോദ്യം. ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ദ ഡാഷ് ദ മീറ്റിംഗ്. ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? താങ്ക് യു.